ഹലോ എവരിവൺ, വെൽക്കം ടു അസ്നീസ് വേൾഡ് ഓഫ് സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലഡോസ്കോപ്പിലെ സ്റ്റോറി സെക്ഷനിലെ ഒരു സ്റ്റോറിയാണ്, ദ ഗ്രീൻ ലീവ്സ് ബൈ ഗ്രേസ് ഒഗോട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് വിത്തൗട്ട് തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷനിൽ നിന്നാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലൊരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ പറ്റും, അതായത് ട്രഡീഷണൽ ലൈഫും ട്രഡീഷണൽ ലൈഫ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുവോ ക്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ട്രഡീഷണൽ ലൈഫും അതുപോലെ തന്നെ മോഡേൺ യൂറോപ്യൻ കൊളോണിയൽ ലോസും തമ്മിലുള്ള ആ ഒരു ക്ലാഷ് കോൺഫ്ലിക്റ്റ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. വളരെ നല്ലൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഹ്യൂമൻ ഇമോഷൻസ്, കൾച്ചറൽ ക്ലാഷസ്, അതുപോലെ തന്നെ ഡീപ്പ് റൂട്ടഡ് കണക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് നേച്ചർ, അതൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിലൊരു മോർണിംഗ് സോങ് കാണാൻ പറ്റും, ന്യാമുന്തയുടെ. അപ്പോൾ അതിലെന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഷെഡ്സ് ലൈറ്റ് ഓൺ ദി മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഒപ്രഷൻ ഫേസ്ഡ് ബൈ അമേരിക്കൻ വിമൻ ഇൻ ദി സ്ട്രക്ചർ ഓഫ് പാട്രിയാർക്കി ബൗത്ത് നേറ്റീവ് ആൻഡ് ഫോറിൻ. അതായത് സ്ത്രീകൾ അപ്പോഴവിടെ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകളുടെ ആ ഒരു ദുരിതങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ ആ ഒരു ക്ലാൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, അപ്പോൾ ആ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പോളിഗമിയാണ് അവിടെ മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാം. അപ്പോൾ ഗ്രേസ് ഒഗോട്ട് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ലുവോ ഫാമിലിയിൽ ജനിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആൻഡ് ബീയിങ് ദ ഫസ്റ്റ് പബ്ലിഷ്ഡ് വുമൺ റൈറ്റർ ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക എന്നാണ് ഗ്രേസ് ഒഗോട്ടിനെ വിളിക്കുന്നത്. കെന്യയിലാണ് സ്ഥലം. പിന്നെ നമുക്ക് ടെക്സ്റ്റിലോട്ട് പോവാം. അപ്പോൾ ടെക്സ്റ്റിൽ പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതൊരു സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ദെൻ ആ ഒരു സൗണ്ട് കൂടിക്കൂടി വന്നു. ദെൻ ദ പേഴ്സൺ റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എ ഡ്രീം. ദെൻ ന്യാഗർ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ന്യാഗർ എന്ത് ചെയ്തു, ബ്ലാങ്കറ്റ് മൂടിപ്പോയിച്ച് കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ ബ്ലാങ്കറ്റ് ചെവിയുടെ അവിടെ നിന്ന് മാറ്റിയിട്ട് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുകയാണ് എന്താ സംഭവം എന്ന്. സോ ഹി വാസ് റൈറ്റ്. ഒരു ഹെവി ഫുഡ് സ്റ്റെപ്സും അതുപോലെ തന്നെ വോയിസസൊക്കെ ഇവൻ്റെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്തു, എണീറ്റു അറൗണ്ട് ടു വേക്കപ്പ് ഹിസ് വൈഫ്. അപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന ഭാര്യേനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തിരിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് വൈഫ് അവിടെ ഇല്ലായിരുന്നു. ആൻഡ് ഹി ഗോട്ട് അപ്പ് ആൻഡ് റഷ് ടു ദ ഡോർ. അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, ഡോറ് തുറക്കാനായിട്ട് പോവാണ്. സോ നോക്കിയപ്പോൾ ആ ഡോറും അൺലോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ എവിടെയാണ് ന്യാമുണ്ടെ എന്ന് പറഞ്ഞിട്ട് തപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ്, ന്യാഗറിൻ്റെ വൈഫിൻ്റെ പേരാണ് ന്യാമുണ്ടെ. അപ്പോൾ ഈ ന്യാമുണ്ടെ എന്നെ ഉണർത്താണ്ട് ഇതിപ്പോൾ എങ്ങോട്ടാണ് പോയത്, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഉണർത്താണ്ട് ഇങ്ങനെ പോകരുതെന്ന്. ഷീ വിൽ സീ മീ ടുമാറോ. ഞാൻ നാളെ അവൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ, അവൾ എന്നെ ശരിക്കും ഒന്ന് കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ പുറത്തുനിന്ന് കേൾക്കുന്ന വോയിസ് കൂടി വരികയാണ്. അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ വോയിസ്. അപ്പോൾ ഒരു 30 yards away, അതായത് അടുത്തെത്താറായി. അപ്പം ന്യാഗർ എന്ത് ചെയ്തു, അദ്ദേഹം ചുറ്റും ഒരു കമ്പിളി പുതപ്പ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെവലപ്ഡ് ബോഡീനെ പുതയ്ക്കുകയാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ സ്പിയറും ക്ലബും വടിയും ഒക്കെ കൂടി എടുക്കുകയാണ്. അങ്ങനെ ഹട്ടിൻ്റെ പുറത്തിറങ്ങി. പിറ്റി എ ഗ്രൂപ്പ് വാസ് റണ്ണിങ് ടുവേർഡ്സ് ഹിസ് ഗേറ്റ്. അപ്പോൾ ന്യാഗറിൻ്റെ ഗേറ്റിൻ്റെ അടുത്തോട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓടി വരുന്നുണ്ട്. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്തു, ഗേറ്റ് തുറന്നിട്ട് ഒളിച്ചിരിക്കുകയാണ്, ഫെൻസിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു കൂട്ടം ആളുകളെ ഒന്നും നേരിടാനുള്ള ശക്തി ന്യാഗറിനില്ല. ആ ഗ്രൂപ്പിനെ ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യാനും ന്യാഗറിന് താല്പര്യമില്ലാത്തതുകൊണ്ട് എന്താ സംഭവം എന്നറിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പേടിച്ച് എന്ത് ഡേഞ്ചറാണാവോ എന്നുള്ളതിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് 3 or 4 3-4 ആളുകൾ എന്ത് ചെയ്യുന്നു, ഗേറ്റിൻ്റെ അതേനെ ഓടുകയാണ് ചെയ്യുന്നത്. ദെൻ അവരെ ഫോളോ ചെയ്തിട്ട് ഒരു ലാർജ് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ന്യാഗർ എന്ത് ചെയ്തു, ഒളിച്ചിരിക്കുന്നിടത്തുനിന്ന് ആ ക്രൗഡിൻ്റെ കൂടെ ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് ന്യാഗറിന് മനസ്സിലാവാണ് ദേ ആർ തീവ്സ്. അപ്പോൾ ഒരു ക്രൗഡിലുള്ള ഒരാൾ ശപിച്ചുകൊണ്ട് പറയാണ്, ദീസ് ബാസ്റ്റേഡ്സ് ടു കോൾ മൈ 6 bulls. എൻ്റെ 6 ബുൾസിനെയാണ് അവർ കട്ടുകൊണ്ടുപോയത്. അപ്പോൾ അടുത്ത വോയിസ് പറയുന്നുണ്ട്, ഡോൺ വെറി ദേ വിൽ പേ ഫോർ ഇറ്റ്. അതെന്തായാലും അവർക്കിപ്പോൾ നമുക്ക് ശരിയാക്കി കൊടുക്കാം, അവരെന്നെ പിടിക്കാം എന്നുള്ളതിൽ പറയാണ്.
അപ്പോൾ ന്യാഗർ എന്ത് ചെയ്തു, ഈ കൂട്ടത്തിൻ്റെ കൂടെ കൂടിയിട്ട് കള്ളന്മാരെ പിടിക്കാൻ പോവാണ്. അപ്പോഴാണ് ന്യാഗറിന് മനസ്സിലായത് ഈ 3-4 ആളുകൾ എന്താണ് ആ ഗേറ്റിൻ്റെ മുന്നേ ഓടിയ, അതായത് ആദ്യം ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഗേറ്റിൻ്റെ അതിന് ഓടിയിട്ടുള്ള ആ 3-4 ആൾക്കാർ ദേ ആർ കാറ്റിൽ തീവ്സ്. അപ്പോൾ അങ്ങനെയാണ് എന്ത് കക്കുന്നവരാണെന്ന് മനസ്സിലായത്, കാറ്റിൽസിന് കക്കുന്ന ഒരാളാണ്. അങ്ങനെ ഈ കൂട്ടം എന്ത് ചെയ്യുന്നു, അവരെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 കള്ളന്മാരെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഗ്രൂപ്പ് ഈ കള്ളന്മാരെ വളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ ഒരാൾ പറയാണ് ദേ മസ്റ്റ് നോട്ട് എസ്കേപ്പ്, രക്ഷപ്പെടരുത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ക്രൗഡ് കോറസോട് കൂടി പറയാണ് ദേ വിൽ നോട്ട്. Then the gap was narrowing, the young moon had disappeared and it was quite dark. അങ്ങനെ ഈ കള്ളന്മാരും ഇവരും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞു വന്നു. അതായത് ഇവർ ഏറ്റവും അടുത്തേക്ക് എത്തിത്തുടങ്ങി. ഈ സമയത്ത് ചന്ദ്രൻ അപ്രത്യക്ഷമാവുകയും അവിടെ നല്ല ഒരു ഇരുട്ട് പടരുകയും ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എൽഡർ ഗ്രൂപ്പിലത്തെ ഒരാൾ പറഞ്ഞു, സ്പിയറൊന്നും വലിച്ചെറിയരുത്, കാരണം എങ്ങാനും അത് മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ആരുടെങ്കിലും മേത്തേക്കാവും അത് കൊള്ളുക, അതുകൊണ്ട് ആരും അത് എറിയരുത് എന്ന് പറയാണ്. ദെൻ ദ തീവ്സ് ടുക്ക് ദ റോങ് ടേൺ. അപ്പോഴാണ് ഇവർ തീവ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ തീവ്സ് രക്ഷപ്പെടേണ്ട വഴി തെറ്റിയിട്ട് വേറെ ടേൺ എടുക്കുകയാണ്. ദേ മിസ് ദ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ ഒപ്പോക്ക് റിവറിൻ്റെ മുകളിൽ കൂടെയുള്ള ബ്രിഡ്ജ് ഇവർക്ക് മിസ്സാവുകയാണ് ചെയ്യുന്നത്. വിച്ച് സെപ്പറേറ്റഡ് ദ ഗ്രൂപ്പ് ഓഫ് മസാല ഫ്രം ദോസ് ഓഫ് മിറോങ്കി. അപ്പോൾ ഈ 2 ഗ്രൂപ്പുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് റിവറിൻ്റെ അപ്പുറത്തൊരു ഗ്രൂപ്പ്, റിവറിൻ്റെ ഇപ്പുറത്തൊരു ഗ്രൂപ്പ്, അങ്ങനെയാണ്. അപ്പോൾ ആ റിവറാണ് ഒപ്പോക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ബ്രിഡ്ജ് ഈ തീവ്സിനെ നഷ്ടപ്പെട്ടു. ഇൻസ്റ്റെഡ് ദേ ടേൺഡ് റൈറ്റ്. അപ്പോൾ വേറെ ഒരു റൈറ്റാണ് ഇവരെടുത്തത്. സോ ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രിഡ്ജ് പോയി. അപ്പോൾ ഇനി റിവർ ക്രോസ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ഈ ഒരു ഇത് ചാടിക്കടന്നേ പറ്റുള്ളൂ. ദേ സഡൻലി ഫൗണ്ട് ദംസെൽസ് ഇൻ എ വേൾപൂൾ. അപ്പോൾ അവരാകെ പെട്ടുപോയി എന്നുള്ള അവസ്ഥയായി. റിവറിലോട്ട് ചാടാനും പറ്റില്ല, നീന്താനും പറ്റില്ല, ആകെ പ്രശ്നമായി എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി. ഇനി എങ്ങനെ വെള്ളത്തിന് ചാടും അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്രൂപ്പ് പേഴ്സ്യൂസ്, അതായത് ഇവരെ പിടിക്കാൻ വന്നവർ ഇവരുടെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഫോർ ദ തീവ്സ്, കള്ളന്മാരെ ഒരു സേഫ് പ്ലേസ് കണ്ടുമുറിക്കുന്നതിന് റിവർ ക്രോസ് ചെയ്ത് പോണേക്കാൾ മുന്നേ തന്നെ ക്രൗഡ് 3 പേരേനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ കയ്യിലുള്ള ക്ലബ്സ്, അതായത് വടി വെച്ചിട്ട് എല്ലാവരെയും അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദ എയർ വാസ് ഫിൽഡ് വിത്ത് ദ ഹൗൾസ് ഓഫ് ദി ക്യാപ്ചേർഡ് മാൻ. അപ്പോൾ ഈ പിടിച്ച 3 ആൾക്കാരുടെയും സൗണ്ടാണ്, ഓളിടലുകളാണ് ഇപ്പോൾ അവിടെ മൊത്തം കേൾക്കുന്നത്. അതായത് ഇവർ എന്ത് ചെയ്യാണ്, വടിയെടുത്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രൗഡ് ഷോഡ് നോ മേഴ്സി, ഒരു കരുണ പോലും അവരോട് കാണിച്ചില്ല. ഡ്യൂറിങ് ദ സ്കഫിൾ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് എന്നാണ് അർത്ഥം. ഒരു കള്ളൻ എന്ത് ചെയ്തു, എസ്കേപ്പ് ചെയ്തു ആൻഡ് ഡിസപ്പിയർഡ് ഇൻ ദ തിക്ക് ബുഷ് ബൈ ദി റിവറിൻ്റെ ഇടയിലുള്ള ഒരു തിക്ക് ബുഷ്, കുറ്റിക്കാടിലോട്ട് ഒരു കള്ളൻ എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പിലുള്ളവർ അയാളെ ഫോളോ ചെയ്യുന്ന ഇങ്ങനെ 1-2 ആൾക്കാർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ 3 ആളുകൾ എന്ത് ചെയ്തു, ഈ ഒരു കള്ളൻ ഓടിയ ഡയറക്ഷനിലോട്ട് പോയി. അപ്പോൾ നോക്കിയപ്പോൾ ആ കുറ്റിച്ചെടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തിക്കും, അതുപോലെ തന്നെ ഭയങ്കര ത്രോണിയായിരുന്നു, അതായത് മുള്ളു കുത്തുന്ന പോലെയുള്ള ചെടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോ അവരവിടെ നിന്നു, എന്നിട്ട് ഇങ്ങനെ ലിസൺ ചെയ്തു, സൗണ്ട് എങ്ങാനും കേൾക്കുകയാണെങ്കിൽ ആ ഭാഗത്തേക്കോ ആ കള്ളനെ തേടിയിട്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ലിസൺ ചെയ്തപ്പോൾ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ഇവരുടെ കയ്യിലുള്ള വടി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ കുറ്റിക്കാടിൻ്റെ മുകളിലോട്ട് അടിച്ചു നോക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുമോ എന്ന് വെച്ചിട്ട്. പക്ഷേ അപ്പോഴും സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഹിയാഡ് എസ്കേപ്പ്, അയാൾ രക്ഷപ്പെട്ടു. Then another thief took out of his knife and drove into the shoulder blade of one of the pursuers. അങ്ങനെ ഇവരടിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടു, 2 ആൾ ബാക്കിയുണ്ടായിട്ട് ഒരാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു കള്ളൻ്റെ കയ്യിലുള്ള ഒരു കത്തി അദ്ദേഹം എടുത്തിട്ട് എന്ത് ചെയ്തു, ഈ അടിക്കുന്നതിൽ ഒരാളുടെ ഷോൾഡറിൻ്റെ മുകളിലേക്ക് കുത്തുകയാണ് ചെയ്യുന്നത്. കത്തി എടുത്ത് കുത്തി ഇതാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ എൻസ്യൂമിങ് കൺഫ്യൂഷൻ. അപ്പോൾ ഈ കുത്ത് കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു, ആ
കത്തി അയാളെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് കുത്തിയിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകളെല്ലാം ഒന്ന് കൺഫ്യൂസ്ഡായി, എല്ലാവരും ഒന്ന് പേടിച്ചു. ഈ ഒരു സമയത്ത് എന്ത് ചെയ്തു, തീഫ് എണീറ്റിട്ട് എന്ത് ചെയ്യാണ്, ആ റിവറിലോട്ട് എടുത്ത് ചാടുകയാണ്. അതായത് ഒരു വേൾപ്പുള്ള റിവറായിരുന്നു, അതായത് അങ്ങനെ ചുഴിയുള്ള പോലത്തെ ഭാഗത്താണ് ഇവർ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ ക്രൗഡിന് പിടിക്കാൻ പറ്റിയത്, എന്ത് ചെയ്യണമെന്ന് രണ്ട് കൺഫ്യൂഷൻ അപ്പോൾ ഈ ഒരു തീഫ് ആ വേൾപ്പുള്ളിലോട്ട് എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത്. ആൻഡ് എല്ലാവരും അമേസ്മെൻറ്റോട് കൂടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് അപ്പുറത്തോട്ട് നീന്തി പോവുകയാണ് ചെയ്യുന്നത് റിവറിൻ്റെ. സോ ഈ ഒരു കുത്ത് കിട്ടിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം ന്യാഗർ, നമ്മുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ന്യാഗർ എന്ത് ചെയ്തു, ആ നൈഫ് അവൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഊരി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് കുറേ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ന്യാഗർ കൈയൊക്കെ വെച്ചിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഒമോറോ ആണെങ്കിൽ ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഫീറ്റൊക്കെ വിറയ്ക്കുന്നുണ്ട്, എണീക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ന്യാഗറിൻ്റെ മേത്ത് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ബ്ലഡ് ഇങ്ങനെ അവൻ്റെ പിന്നിൽ കൂടിയൊക്കെ ഒഴുകുന്നുണ്ട്. ആൻഡ് ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു, അവൻ്റെ ബട്ടേഴ്സൊക്കെ വെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി, ബ്ലഡ് വന്നിട്ട്. ദെൻ അങ്ങനെ 2 തീവ്സ് രക്ഷപ്പെട്ടു. ഒന്ന് കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി, ഒന്ന് റിവറിലേക്ക് എടുത്ത് ചാടി. ഇനി ബാക്കി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പുല്ലിൽ കിടന്നിട്ട് ഗ്രോണിങ്, കരയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പേര് എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്രൗഡ് എന്ത് ചെയ്യുന്നു, ഒരാളെ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാളെ പലവട്ടം അടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അവൻ്റെ തലയിലോട്ടും ചെസ്റ്റിലോട്ടും ഒക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, അങ്ങനെ നിലവിളി ഇതൊക്കെയായി. ദെൻ ഒമോറോ റേസ്ഡ് ഹിസ് വോയിസ്. ഒമോറോ അവിടെ കിടന്ന് കരയുന്നുണ്ട്, ഒമോറോയുടെ കൈ ഇതായതുകൊണ്ട്. ദെൻ അങ്ങനെ അയാളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇയാളെ ഇവിടെ വെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ക്രൗഡ് ഹീഡഡ് ഒമോറോസ് വാർണിംഗ് ആൻഡ് ദ ഗ്രോൺ ഗ്രീൻ ലീവ്സ് ഫ്രം ദ നിയർ ബൈ ട്രീസ് ആൻഡ് കവേർഡ് ദ വിക്ടിം കംപ്ലീറ്റ്ലി വിത്ത് ദം. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഇയാൾ മരിച്ചു എന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇവർ ഗ്രീൻ ലീവ്സ് എടുത്തിട്ട് ഇയാളെ മൂടിയിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൂടിയിട്ടിട്ട് പറയാണ്, ദേ വുഡ് കോൾ ദ എൻ്റയർ ക്ലാൻ ഇൻ ദ മോർണിംഗ്. രാവിലെ എണീറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ നമുക്ക് എടുത്ത് കുഴിച്ചിടാം റിവർ സൈഡിലേന്ന് പറയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രഡീഷണൽ ബിലീഫ് നമുക്ക് കാണാൻ പറ്റും. ലെറ്റ് നോട്ട് ദ എനിമി ഡൈ ഇൻ യുവർ ഹാൻഡ്സ്. അപ്പോൾ ഒമോറോ, അതായത് ആ കുത്തു കിട്ടിയവൻ പറയാണ്, നമ്മുടെ കൈ കൊണ്ട് അയാൾ മരിക്കരുത്, എന്ത് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നമ്മുടെ വില്ലേജിനെ വിട്ട് പോവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രേതങ്ങൾക്ക് വിട്ടുകൊടുക്കാം. വി ഹാവ് ടു റിട്ടേൺ അവർ ഹട്ട്സ്. നമുക്ക് നമ്മുടെ കുടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഈ അടിച്ചടിച്ച് ബോധം പോയിട്ടുള്ള ഒരാൾ, പക്ഷെ മരിച്ചിട്ടില്ല, ഒരുപാട് പേരുടെ വിചാരം മരിച്ചു എന്ന് തന്നെയാണ്. അയാളെ ഈ ഇല കൊണ്ട് മൂടിയിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ സ്പിരിറ്റേലും ഗോസ്റ്റ് വന്ന് കൊല്ലും എന്നാണ് പറയുന്നത്. രാവിലെ വന്ന് നമുക്ക് ഇയാളെ ബറി ചെയ്യാമെന്ന് പറയും. ദെൻ എല്ലാവരും മൂടിയിട്ടിട്ട് എല്ലാവരും വീട്ടിലോട്ട് പോവാണ് നിശബ്ദതയായിട്ട്. അപ്പോൾ ഒമോറോൻ്റെ ഷോൾഡറിൽ നിന്ന് ഇപ്പോഴും എന്ത് വരുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്. ആൻഡ് ഹീ വാക്ക്ഡ് സപ്പോർട്ടഡ് ബൈ 2 ഫ്രണ്ട്സ്. 2 പേര് താങ്ങിയെടുത്തുകൊണ്ടാണ് പോകുന്നത്. ആൻഡ് ഇറ്റ് വാസ് സ്റ്റിൽ നോട്ട് ലൈറ്റ്. ഇപ്പോഴും വെളിച്ചമൊന്നും വന്നിട്ടില്ല, ഇരുട്ട് തന്നെയാണ്. പക്ഷേ ഡാർക്ക്നെസ് ആണെങ്കിലും അവർക്ക് കണ്ണ് കാണാൻ പറ്റും. ആൻഡ് ദ റീച്ച് ന്യാഗേഴ്സ് ഹോം. അങ്ങനെ ഈ പോണ ആൾക്കാരൊക്കെ ന്യാഗറിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ആ ഗേറ്റ് ഇപ്പോഴും തുറന്നു കിടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാൻ, റിമെമ്പർ ടു ബി ഏർലി ടുമാറോ. എന്നിട്ട് കൂട്ടത്തിലുള്ള ഒരാൾ ന്യാഗറിനോട് പറഞ്ഞു, നാളെ നേരത്തെ വരണം. അതുപോലെ തന്നെ വി മസ്റ്റ് ബി ഓൺ ദി സീൻ ടു സ്റ്റോപ്പ് ദ വിമൻ ബിഫോർ ദേ സ്റ്റാർട്ട് ഗോയിങ് ടു ദ റിവർ. അപ്പോൾ പറയാണ്, സ്ത്രീകൾ റിവറിൻ്റെ അവിടേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കണം. അതായത് ആ കള്ളനെ നമുക്കെടുത്ത് കുഴിച്ചിടണം, അവരൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാണ്. ഇവിടെ സ്ത്രീകളെ ഒന്നിലോട്ടും ഇടപെടുത്തുന്നില്ല. ദെൻ ന്യാഗർ അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. ബാക്കി എല്ലാവരും തിരിഞ്ഞു നോക്കാണ്ട് അവരവരുടെ സ്ഥലങ്ങളിലോട്ട് പോവുകയാണ്. അങ്ങനെ വില്ലേജ് വാസ് ഹഷ്ഡ്, എല്ലാവരും കിടന്നുറങ്ങി.
സ്ത്രീകൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ നോട്ട് ടോക്ക് ടു ദെയർ ഹസ്ബൻഡ്. അവർ പറഞ്ഞു എന്തായാലും അവർ നാളെ രാവിലെ പറയുമായിരിക്കും, ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട, ഇപ്പം എന്തായാലും ഹസ്ബൻഡ് തിരിച്ചു വന്നല്ലോ എന്നുള്ളതിൽ അവരവിടെ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. ആൻഡ് ന്യാഗർ വീട്ടിലെത്തി. എന്നിട്ട് മെഡിസിൻ ബാഗ് നോക്കുകയാണ്. ആൻഡ് അത് കോർണറിൽ കണ്ടുപിടിച്ചു. ആൻഡ് ഹി ഓപ്പൺഡ് ഇറ്റ്. ആൻഡ് അതിൻ്റെ ഒരു ബാമ്പു കണ്ടെയ്നർ എടുത്തു. എന്നിട്ട് ആ കണ്ടെയ്നർ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ആഷ് എടുക്കുകയാണ്. കുറച്ച് ആഷ് നാവിൽ വെച്ച് തുപ്പലൊറ്റിച്ച് കഴിച്ചു. ബാക്കിയുള്ളത് കുറച്ച് പാമിൽ വെച്ചിട്ട് ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഗേറ്റിൻ്റെ ഡയറക്ഷനിലോട്ട് പിടിച്ചിട്ട് ഊതിക്കളയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ബാബു കണ്ടെയ്നർ എന്ത് ചെയ്യുന്നു, തിരിച്ച് അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കുന്നു. ദെൻ അദ്ദേഹം ഈ ബെഡിൻ്റെ തെറ്റത്തിരിക്കുകയാണ്. അദ്ദേഹം ആദ്യം ക്ലോത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പിന്നെ വേണ്ട എന്നുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ആൻഡ് അദ്ദേഹം കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൻ്റെ മനസ്സിലോട്ട് ആ മരിച്ചു കിടക്കുന്ന ആളേനെ ഓർമ്മ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഡോറ് തുറന്നു. എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാണ്ട് അത് അടച്ചു. കാരണം ആരും ഇതറിയരുതെന്നുണ്ടായിരുന്നു. ആൻഡ് ഗേറ്റിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. അങ്ങനെ ഗേറ്റിൽ നിന്ന് കടന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാൻ ഗേറ്റ് അടച്ചായിരുന്നു എന്ന്. അപ്പോൾ നോക്കിയപ്പോൾ അത് ചാരിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതിൽ അദ്ദേഹം നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാത്രി അയാൾ നടന്നു. എല്ലായിടത്തും ഭയങ്കര സൈലൻസാണുള്ളത്. അപ്പോൾ പുലർച്ചെ ആവാറായിട്ടുണ്ട്. ആ ചെറിയ ചെറിയ ലൈറ്റുകൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഈസ്റ്റ് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വരുന്ന പോലെ കാണുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹം എന്തിനാണ് ഇപ്പോൾ ആ ഡെഡ്മാൻ്റെ അടുത്തോട്ട് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസ്റ്റ് ഹാവ് എ ലോട്ട് ഓഫ് മണി ഇൻ ഹിസ് പോക്കറ്റ്. കാരണം അത് കള്ളന്മാരാണ്, അപ്പം എന്തായാലും പൈസ ഉണ്ടാവും. ന്യാഗർ അപ്പം അത് അന്വേഷിച്ചിട്ടാണ് പോകുന്നത്. കാരണം അവരുടെ പണി എന്ന് പറയുന്നത് കാറ്റലിസിനെ കട്ടിട്ട് വിൽക്കുകയാണല്ലോ. അപ്പം മുന്നേ ഇതുപോലെ കട്ടിട്ട് വിറ്റിട്ടുള്ള പൈസ അയാളിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദെൻ അതേഴ്സ് വെർ ഫൂളിഷ് നോട്ട് ടു ഹാവ് സെർച്ച് ഹിം. ഇപ്പോൾ ബാക്കിയുള്ളവരൊന്നും ഇയാളെ സെർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഫൂളിഷാണ് എന്ന് പറയാണ്. എന്നിട്ട് പെട്ടെന്ന് അയാൾ നിന്നിട്ട് ഇനി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ മനസ്സിലായി ആരുമില്ല. അതെൻ്റെ തന്നെ ഫുഡ് സ്റ്റെപ്സിൻ്റെ ഇക്കോയാണെന്ന് മനസ്സിലായി. അങ്ങനെ പറയാണ് പെർഹാപ്സ് അതർ 2 thieves escaped and are now back to the scene. അപ്പം പിന്നെ ന്യാഗറിന് വേറൊരു ഡൗട്ട് തോന്നി, 2 പേര് രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ, ഇനി 3ാമത്തെ ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തിരിച്ചു വരുമോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇല്ല, അവരത്ര മണ്ടന്മാരല്ല, വീണ്ടും വന്നിട്ട് ഈ കെണിയിൽ പെടാൻ അവരാരും ആഗ്രഹിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് റിവറിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. ആ സമയത്ത് ആ ഹീപ്പ് ഓഫ് ഗ്രീൻ ലീവ്സ് കെയിം സൈറ്റ്. അങ്ങനെ ന്യാഗറിന് ആ ഒരു ഗ്രീൻ ലീവ്സ് കൊണ്ട് മൂടിയിട്ട് കാണാൻ പറ്റി. എ നംബ് പാരലൈസിങ് പെയിൻ റാൻ ത്രൂ ഹിസ് പെയിൻ. അപ്പോൾ ചെറുതായിട്ടൊരു പെയിൻ പോലെ അദ്ദേഹത്തിന് നടുവിന് ഫീൽ ചെയ്യാണ്. ആൻഡ് ഹി തോട്ട് ഹിസ് ഹാർട്ട് ഹാഡ് സ്റ്റോപ്ഡ് ബീറ്റിംഗ്. ആൻഡ് അദ്ദേഹം വിചാരിച്ചു അയ്യോ എൻ്റെ ഹാർട്ട് പ്രവർത്തനം നിന്നു തോന്നുന്നുണ്ടെന്ന്. ആൻഡ് ഹി സ്റ്റോപ്പ് ടു ചെക്ക്. അപ്പോൾ അവിടെ നിന്നിട്ട് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാണ്. ഇറ്റ് വാസ് സ്റ്റിൽ ബീറ്റിംഗ് ആൻഡ് ഹി വാസ് ജസ്റ്റ് നെർവസ്. മനസ്സിലായി, ചെറുതായിട്ടൊന്ന് നെർവസ് ആയതാണ്, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലാണ്. അങ്ങനെ അദ്ദേഹം വേഗം ഓടിപ്പോയിട്ട് ആ ഒരു ഇല കൊണ്ട് മൂടിയിട്ടതിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇക്കോ അദ്ദേഹത്തെ ചെറുതായിട്ടൊന്ന് ബോദർ ചെയ്യുന്നുണ്ടായിരുന്നു ഫുഡ് സ്റ്റെപ്സിൻ്റെ. ആൻഡ് ന്യാഗർ അപ്രോച്ച് ദ സീൻ ഓഫ് മേർഡർ. അങ്ങനെ ആ കൊലപാതകം നടന്ന സ്ഥലത്തോട്ട് ഇവർ എന്ത് ചെയ്യാണ്, ന്യാഗർ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ, അതായത് അവിടുന്ന് എങ്ങനെ പോരുമ്പോൾ എങ്ങനെയായിരുന്നു ആ സ്ഥലം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയുണ്ട്. ആൻഡ് ഇനി എന്ത് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റാണ്ട് ന്യാഗർ കുറച്ച് നേരം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ ഡയറക്ഷനിലോട്ടും നോക്കുന്നു, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ആരും വരുന്നില്ല. ദർ വാസ് നോ ബഡി. ആൻഡ് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ഡെഡ് ബോഡിയുടെ ഒപ്പം. ആൻഡ് ചെറിയൊരു നെർവസ്നെസ് ഒക്കെ ഉണ്ട്. ആൻഡ് വൈ ഷുഡ് യു ഡിസ്റ്റർബ് എ ഡെഡ് ബോഡി, ഹിസ് ഇന്നർ വോയിസ് ആസ്ക്ഡ് ഹിം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇപ്പോൾ ആ ഒരു ബോഡീനെ നോക്കാൻ പോകുന്നത്? നിനക്കിപ്പോൾ അയാളെ നിന്ന് പൈസ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? നിനക്ക് 3 ഭാര്യമാരുണ്ട്, 12 കുട്ടികളുണ്ട്, അതുപോലെ തന്നെ നിനക്ക് കുറേ കാറ്റിലും ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം ഫുഡുണ്ട്, പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ ഇതെടുക്കാൻ പോകുന്നതെന്ന് ഇന്നർ വോയിസ് ചോദിക്കുന്നുണ്ട്. സോ ന്യാഗർ ഈവൻ മോർ നെർവസ്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു അർജ് ഉണ്ടല്ലോ പൈസ എടുക്കാൻ വേണ്ടിയിട്ട്, ആ അർജ് വീണ്ടും തിക്കി കയറി വരികയാണ്. അപ്പോൾ ആ ഒരു അർജ് പൈസ വേണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലോട്ട് ഉറച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ്
അവൻ എന്ത് ചെയ്യുന്നു, പോക്കറ്റിൽ തപ്പി നോക്കാം. പോക്കറ്റിൽ എന്തായാലും പൈസ ഉണ്ടാവും. പിന്നെ ആരും തന്നെ ഇനിയും സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ മതി എന്ന് പറയില്ല. അതുപോലെ തന്നെ ആരും തന്നെ എനിക്ക് ഇത്രയും വെൽത്ത് മതി എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കില്ല. നമുക്ക് കിട്ടുന്നിടത്തോളം നല്ലത് എന്ന് പറഞ്ഞിട്ട് ന്യാഗർ എന്ത് ചെയ്യാണ്, ആ ഡെഡ് മാൻ്റെ അടുത്തോട്ട് കുനിഞ്ഞ് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലീവ്സൊക്കെ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹാൻഡുമായിട്ട് ഇവന് കോണ്ടാക്റ്റ് കിട്ടി. ആ ഹാൻഡ് എന്ത് ചെയ്യാണ്, ഡെഡ് മാൻ്റെ ഹാൻഡ് ചെസ്റ്റിൻ്റെ മുകളിൽ ഫോൾഡ് ചെയ്ത് വെച്ച ഹാൻഡാണ്. അപ്പോൾ അതുമായിട്ട് കോണ്ടാക്റ്റ് കിട്ടുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അതിപ്പോഴും സ്റ്റിൽ വോം, അപ്പോൾ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ന്യാഗറിനൊരു സംശയം തോന്നുന്നു, ഡെഡ് ബോഡി ആയിട്ട് പോലും ഇത് ചൂടായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്ന്. പിന്നെ ചെയ്യുക, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇപ്പം മരിച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്യാണ്, അഗെയിൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് കിടത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, പോക്കറ്റ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹത്തിന് ഈ ഒരു ഡെഡ് ബോഡിയുടെ ഫസ്റ്റ് പോക്കറ്റിൽ കൈയിടുന്നു, അതിനൊന്നും കിട്ടിയില്ല. അപ്പോൾ തിരിച്ച് കിടത്തി അപ്പുറത്തെ പോക്കറ്റിൽ കൈയിടുന്നു, അതിനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ന്യാഗറിനെ നേരിടുകയാണ്. ഈ ഒരു സമയത്താണ് ന്യാഗറിന് മനസ്സിലായത്, കാറ്റിൽ ട്രേഡേഴ്സ് അവരുടെ പൈസ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോൾ ബാഗിലാക്കിയിട്ട് സ്ട്രിങ്ഡ് വിത്ത് ദ കോഡ് റൗണ്ട് ദെയർ നെക്ക്, അവരുടെ നെക്കിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നൂലിട്ട് കെട്ടി വയ്ക്കുകയാണ് ചെയ്യാമെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഡെഡ് മാനിൻ്റെ നെക്ക് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷുവർ ഇനഫ് ദർ വാസ് എ സ്ട്രിങ് ടൈറ്റ് അറൗണ്ട് ഹിസ് നെക്ക് ഫ്രം വിച്ച് ഹങ് എ ലിറ്റിൽ ബാഗ്. അങ്ങനെ അദ്ദേഹത്തിന് നല്ല ഉറപ്പായിരുന്നു അവിടെ ഒരു ലിറ്റിൽ ബാഗ് ആ ഒരു നെക്കിൻ്റെ ആ സൈഡിൽ ഉണ്ടെന്ന്. ആൻഡ് അദ്ദേഹം നോക്കിയിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്ന ഈ ഒരു ഡെഡ് ബോഡിയുടെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗം നോക്കിയിട്ട്. അപ്പോൾ എന്താ അർത്ഥം, അവിടെ പൈസ ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു നോക്കിയപ്പോൾ കയ്യിൽ കത്തിയൊന്നുമില്ല, ഈ സ്ട്രിങ് കട്ട് ചെയ്തിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഹി ഡിസൈഡഡ് ടു റിമൂവ് ഇറ്റ് ഓവർ ദി മാൻസ് ഹെഡ്. ആൻഡ് ന്യാഗർ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ തല എടുത്ത് പൊക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഒരു ക്രഷിങ് ബ്ലോ, അതായത് ന്യാഗറിൻ്റെ വലത് കണ്ണിലോട്ട് ഒരു അടി ഏൽക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ഫ്യൂ യാർഡ്സ് ബാക്കിലോട്ടായിട്ട് പോയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് ഗ്രൗണ്ടിലോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കള്ളൻ മരിച്ചിട്ടില്ല, ബോധം പോയതായിരുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ജസ്റ്റ് റീഗെയിൻഡ് കോൺഷ്യസ്നെസ് ആൻഡ് സ്റ്റിൽ വെരി വീക്ക്. അപ്പോൾ ഒരാൾ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ന്യാഗറിനെ കണ്ടപ്പോൾ ന്യാഗറിന് വീണ്ടും കൊല്ലാൻ വന്നതാവുമല്ലോ, അപ്പോൾ ഇയാളെ കൊന്നിട്ട് വേണം രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, നോ ടൈം ടു ലൂസ്. അപ്പോൾ വേഗം എണീറ്റു. ആൻഡ് ആദ്യം എണീക്കാൻ നോക്കിയാൽ പറ്റിയില്ല, വീഴാനൊക്കെ പോയി, എന്നാലും കഷ്ടപ്പെട്ടിട്ട് എണീറ്റു. ആൻഡ് ഹിസ് ബോഡി വാസ് സോക്ക്ഡ് ഇൻ ബ്ലഡ്. ബോഡിയിൽ മൊത്തം ബ്ലഡായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഭയങ്കര ക്ലിയർ ആയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ന്യാഗറിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഗ്രീൻ ലീവ്സിൻ്റെ ഉള്ളിൽ ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രീൻ ലീവ്സിൻ്റെ ഉള്ളിൽ ന്യാഗറിനെ മൂടിയിട്ടു. ദെൻ തീഫ് എന്ത് ചെയ്തു, കള്ളൻ ബ്രിഡ്ജ് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ബാറ്റിലിൻ്റെ ഇടയിൽ, അതായത് ഈ ഒരു നാട്ടുകാർ തല്ലാൻ വരുന്ന സമയത്ത് ആ ബ്രിഡ്ജ് കിട്ടിയില്ല. അപ്പോൾ ബ്രിഡ്ജ് കണ്ടുപിടിക്കാനായിട്ട് വേഗം ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് ബോഡിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പുലർച്ച ആയി തുടങ്ങി. ആൻഡ് ഹി റീച്ച് ദ റിവർ മിഗ്വ. എന്നിട്ട് അവിടുന്ന് ബ്ലഡൊക്കെ കഴുകിക്കളഞ്ഞു, ഡ്രസ്സിൽ നിന്നും ദേഹത്തു നിന്നൊക്കെ ബ്ലഡ് കഴുകിക്കളഞ്ഞ് കള്ളൻ അങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കള്ളൻ എന്ത് ചെയ്തു, നമ്മുടെ ന്യാഗറിനെ കൊന്നു. അതായത് വടി എന്തോ കണ്ണിലോട്ടടിച്ചു, എന്തോ ഒരു സാധനം കണ്ണിലോട്ടടിച്ചു എന്നാണ് പറയുന്നത്. എന്താണെന്ന് അവിടെ സ്പെസിഫൈ ചെയ്തില്ല. പിന്നെ ന്യാഗറിൻ്റെ ബോധം പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ സൂര്യൻ ഉദിച്ചു. അപ്പോൾ ക്ലാൻ ലീഡറായിട്ടുള്ള ഒലീലോ അപ്പോൾ ഒലീലോ എന്ത് ചെയ്തു, ഫ്യൂണറലിൻ്റെ ഡ്രമ്പൊക്കെ മുളക്കി. അപ്പോൾ ആൾക്കാരൊക്കെ വന്നു, അസംബിൾ ചെയ്തു. ഒപ്പക് ട്രീയുടെ മുന്നിലാണ് ഇവർ അസംബിൾ ചെയ്യാറ് സാധാരണ. അവിടെ വെച്ചിട്ടാണ് ഈ കേസസ് ഒക്കെ തീർപ്പാക്കുക. അങ്ങനെ ഈ ക്ലാൻ്റെ ലീഡർ പറയാണ്, നിങ്ങൾ ലാസ്റ്റ് നൈറ്റിലുണ്ടായ പ്രശ്നങ്ങൾ അറിഞ്ഞു കാണും. ഒമോഗോസ്
ക്രാൾ ആൻഡ് സ്റ്റോൾ 6 of his fluffing oats. അപ്പോൾ ഒമോഗയ്ക്ക് ഒരു അപകടം പറ്റി, ഒരു കുത്തൊക്കെ ഏറ്റു. അതുപോലെ തന്നെ ഒരു 6 ഫ്ലഫിങ് ഓട്സിനെ അവർ കട്ടെടുക്കാനായിട്ട് നോക്കി. അപ്പോൾ ക്രൗഡ് എക്സ്ക്ലെയിം ചെയ്യാണ്. അപ്പോൾ ഒലയിലോ വീണ്ടും പറയാണ് നമുക്ക് കുറച്ച് ബ്ലഡ് ഷെഡൊക്കെ ഉണ്ടായി ആൻഡ് ഒരു ബോഡീനെ നമ്മളിപ്പോൾ അവിടെ കൊന്നിട്ടിട്ടുണ്ട്. അങ്ങനെ ഒലയിലോ പറയാണ് ലിസൺ ടു മീ. നമ്മുടെ ലോസ് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോസ് പ്രകാരം കള്ളന്മാരെയും അതുപോലെ തന്നെ അഡൾട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതം ചെയ്യുന്നവർ, അവരെനിക്ക് അനിമൽസായിട്ട് വേണം കണക്കാക്കാൻ. അപ്പോൾ നമ്മുടെ അവിടെ ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ്. പക്ഷേ വൈറ്റ് മേനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരാളെ കൊന്നു കഴിഞ്ഞാൽ അത് അവർക്ക് കുറ്റമാണ്. അപ്പോൾ നമുക്ക് ഗിൽറ്റി ഫീലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പനിഷ്മെൻറ്റൊക്കെ അവർ തരും. അപ്പോൾ വൈറ്റ് മെൻ്റെ ലോ പ്രകാരം നമ്മളിപ്പോൾ ഇയാളെ കൊന്നു എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും നമുക്ക് പനിഷ്മെൻറ്റ് തരികയും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഇത് പ്രകാരം ശരിക്കും എങ്ങനെയാണ്, നമുക്ക് ആൾക്കാരെ കൊല്ലാം. അതായത് കള്ളന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് തുല്യമാണ്, അതുപോലെ അവിഹിതം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാലും മൃഗങ്ങൾക്ക് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ കൊല്ലാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയണം നമ്മൾ കൂട്ടത്തോടക്കനെയാണ് കൊന്നതെന്ന്. അപ്പോൾ നമ്മൾ കൂട്ടത്തോടക്കനെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ 2-3 ആൾക്കാരോട് പറയാണ് ഇത് പോയിട്ട് വൈറ്റ് മെന്നിനോട് അറിയിക്കണം, എന്നിട്ട് അവർക്ക് തന്നെ ഈ ബോഡി വിട്ടുകൊടുക്കണം. അപ്പോൾ പിന്നെ ഇവരുടെ ഇടയിലുള്ള ഒരു വിശ്വാസമാണ് ഈ വൈറ്റ് മെൻ ബോഡി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഇവർ ഈ ബോഡിയിൽ നിന്നുള്ള ഓർഗൻസൊക്കെ എടുത്തിട്ട് അവരുടെ നായ്ക്കൾക്ക് കൊടുക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസം ഇവരുടെ ക്ലൈനുണ്ട്. അതുകൊണ്ടാണ് അവരുടെ നായ്ക്കൾ ഇങ്ങനെ മണത്ത് എല്ലാം കണ്ടുപിടിക്കുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരെന്നോട് പറയാണ് വൈറ്റ് മാൻ, അതായത് പോലീസുകാരെ അറിയിക്കുക എന്ന് പറയാണ്. അങ്ങനെ ഒരു 30 പേരെ തിരഞ്ഞെടുത്തിട്ട് ആ 30 പേരേനെ അതിനു വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാമുണ്ട വരികയാണ്. ഞാമുണ്ട കോവൈഫിൻ്റെ കൂടെ, അതായത് 3 ഭാര്യമാരുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു ഭാര്യയുടെ കൂടെ ഞാമുണ്ട വരുന്നുണ്ട്. അപ്പോൾ ഞാമുണ്ട ചോദിക്കേണ്ടത് എവിടെയാണ് ഞാഗർന്ന്. അപ്പോൾ കോവൈഫ് പറയുന്നുണ്ട് ചിലപ്പോൾ ഈ 30 ആൾക്കാരുടെ കൂടെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാമുണ്ട് പറയണല്ല, എന്ന് നേരം വിളിച്ച് നോക്കിയപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു, ഞാൻ എനിക്കിനേക്കാളും മുന്നേ ഞാഗർ പോയിട്ടുണ്ട് എന്നൊക്കെ ഞാമുണ്ട പറയുന്നുണ്ട്. അങ്ങനെ ഇവർ റിവറിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ റിവറിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ ഒരു ഗ്രാസിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, പിന്നെ അവിടെ മഞ്ഞൊക്കെ പെയ്തിട്ടുണ്ട്. ആൻഡ് ഇവർ ഹസ്ബൻഡ് എവിടെ പോയിന്ന് ഈ 2 ഭാര്യമാരിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആൻഡ് ഞാമുണ്ട പറയാണ് ഞാനിപ്പോൾ ഇവിടെ വരണ വഴിക്ക് ഒരു കറുത്ത പൂച്ച എൻ്റെ വട്ടം ചാടി എൻ്റെ അതിന് പോയി എന്ന് പറയാണ്. അപ്പോൾ കോവൈഫ് പറയാണ് കറുത്ത പൂച്ച നമ്മൾ നടക്കുന്ന സമയത്ത് വട്ടം ചാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബാഡ് സൈനാന്ന് കോവൈഫും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ബിലീഫ്സ്, ആ ട്രൈബിൻ്റെ ബിലീഫ്സൊക്കെയാണ് നമുക്ക് കാണിക്കുന്നത്, ട്രഡീഷണൽ ബിലീഫ്സൊക്കെ. ദെൻ ആ ഒരു സമയത്ത് എന്തൊരു ബാഡ് സൈനാണ് എന്നുള്ളത് വൈഫിന് മനസ്സിലായിട്ടുണ്ട്. ആ സമയത്ത് ലോറിയുടെ സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു പറഞ്ഞു വിട്ട 30 ആൾക്കാരും പോലീസുകാരും കൂടിയിട്ടാണ് ഈ ലോറിയിൽ വരുന്നത്. ആൻഡ് 2 ലോറീസ് പുൾഡ് അപ്പ് ബൈ ദി ഹീപ്പ് ഓഫ് ഗ്രീൻ ലീവ്സ് ആൻഡ് ദി യൂറോപ്യൻ പോലീസ് ഓഫീസർ, ഒരു യൂറോപ്യൻ പോലീസ് ഓഫീസറും 4 ആഫ്രിക്കൻ ഓഫീസേഴ്സും അവിടുന്ന് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലീവ്സ് അവിടുന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ആൻഡ് ദേ opened the back of the lorries and 30 men who sent to the police station by the clan came out. അങ്ങനെ ഈ പോലീസുകാരോടൊപ്പം ഈ 30 ആൾക്കാരും വന്നിട്ടുണ്ട്. പോലീസുകാരൻ ചോദിക്കുകയാണ്, വൈറ്റ് ഓഫീസർ ചോദിച്ചു ആരാണ് ഗ്രൂപ്പ് ലീഡർ. അപ്പോൾ ലീലിയോ സ്റ്റെപ്പ് ഫോർവേഡ്, എന്നിട്ട് എന്തുണ്ടായെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ലീലിയോ എന്ത് ചെയ്തു, അവരുടെ ഭാഷയായിട്ടുള്ള ദോലിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഷയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ആഫ്രിക്കൻ പോലീസ് ഓഫീസർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓഫീസർ ചോദിക്കുന്നുണ്ട് ആരാണ് കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ വി കിൽഡ് എ തീഫ് എന്നാണ് പറയുന്നത്. ഞങ്ങളെല്ലാവരും കൂടി കള്ളനെ കൊന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇയാൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. അപ്പോൾ പറയുന്നത് ഞങ്ങൾ തന്നെയാണ് കൊന്നത്. അപ്പോൾ പറയും അങ്ങനെയല്ല, നിങ്ങൾ മനുഷ്യരെ കൊല്ലാൻ പാടില്ല, അത് സാവേജ് ആണ്, നിങ്ങൾ ഗിൽറ്റി ആയിട്ട് പനിഷ്മെൻറ്റ് ഏൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രൈബ്സ് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല.
അപ്പോൾ ഒലീലിയോ പറയാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് കൊന്നതെന്ന് പറയുന്നു. ദെൻ ഈ ഒരു സമയത്ത് പോലീസുകാരൻ വീണ്ടും ചോദിക്കുകയാണ് ഹൂ ഹിറ്റ് ഹിം ഫസ്റ്റ്, ആരാണ് ആദ്യം അടിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്രൗഡ് ഭയങ്കര റെസ്റ്റ്ലെസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ക്രൗഡ് പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അടിച്ചത് എന്നൊക്കെ പറയുന്നു. ഇഫ് യു വാണ്ട് ടു അറസ്റ്റ് അസ് യു ആർ ഫ്രീ ടു ഡൂ സോ എന്ന് പറയാണ്. അങ്ങനെ പറയാണ് ഞങ്ങളെ എല്ലാവരും അറസ്റ്റ് ചെയ്യേണ്ടി വരും, അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, ലോറീസ് വീണ്ടും കൊണ്ടുവന്നാൽ മതി, ഫയൽ നിറച്ചാൽ മതി എന്ന് പറയാണ്. ഞങ്ങളെല്ലാവരും കയറ്റി കൊണ്ടുപോകുമെന്ന് പറയാണ്. എന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ് വേർ ഇസ് ദ ഡെഡ് മാൻ. ഓഫീസർ ചോദിക്കുമ്പോൾ ഒലീലിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതാ അവിടെ ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ഇവർ കിസുമു എന്നാണ് പറയുക. അപ്പോൾ ലാസ്റ്റ് ടൈം പോലീസുകാർ കൊണ്ടുപോയിട്ട് കിസ്മു ചെയ്തു, അതായത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവന്നു, എല്ലാ പീസസ് ആക്കി വെട്ടി നുറുക്കി സ്റ്റിച്ചപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഈ ട്രൈബിൻ്റെ ഇടയിൽ ഉണ്ടായതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഈ ഡോഗ്സിന് അവർ ആ ഓർഗൻസ് തിന്നാൻ കൊടുത്തു, അല്ലെങ്കിൽ ആ ഒരു ഇത് കൊടുത്തിട്ട് അവർക്ക് ആ ഒരു കഴിവ്, ഡോഗ്സിന് ആ ഒരു കഴിവ് കിട്ടിയെന്നുള്ളൊരു വിശ്വാസം ട്രൈബിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഒലീലിയോ പറയാണ് ഈ വട്ടം നമ്മളത് സമ്മതിക്കില്ല, നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യും എന്നൊക്കെ പറയാണ്. അങ്ങനെ ഒലീലിയോ ബോഡി കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബോഡി പുറത്തെടുക്കുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അൺബിലീവിങ്ലി നോക്കി നിൽക്കുകയാണ്, ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒലീലിയോയുടെ കസിനായിട്ടുള്ള ന്യാഗറാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്, അതായത് കള്ളന് പകരം ബോഡിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈസബിൾ വുഡൻ സ്റ്റിക്ക് ഈ ന്യാഗറിൻ്റെ റൈറ്റ് ഐയിലോട്ട് കുത്തിത്തുളച്ച് കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ന്യാഗർ മരിച്ചിട്ടുള്ളത്. ഞാമുണ്ട ഇത് കണ്ടോട് കൂടിയിട്ട് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ഓടി വരികയാണ് ചെയ്യുന്നത്. ആൻഡ് അവൾ കരയാനായിട്ട് തുടങ്ങി. ദെൻ വേർ ഈസ് ദ തീഫ് യു കിൽഡ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ കൊന്ന കള്ളൻ എവിടെ, ഇതിപ്പോൾ എന്താ ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. എല്ലാവരുടെ ഇടയിലും ഭയങ്കര ടെൻഷൻ വന്നു. 2-3 ആളുകളായിട്ട് തിരിഞ്ഞ് എല്ലാവരും കള്ളനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. സ്ത്രീകളെല്ലാവരും കരയാനായിട്ട് തുടങ്ങി. ദെൻ രാത്രി കൊന്നത് തീഫിനെയാണ്. പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചിരിക്കുന്നു, ന്യാഗറാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാവർക്കും ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവർക്കും അതിശയം വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ഇവർ ന്യാഗർ വീട്ടിലോട്ട് തിരിച്ചു വരുന്നത് ആരുടെ കൂടെയാണ്, നമ്മുടെ കുത്തേറ്റിട്ടുള്ള ആളുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും കൂടിയാണ്. അപ്പോൾ അവർ ഉറപ്പിച്ച് പറയുന്നു ന്യാഗർ വീട്ടിലോട്ട് തിരിച്ചു വന്നതാണ്, പിന്നെ ഇപ്പം എന്തുണ്ടായെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് ന്യാഗർ തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ആകെ കൺഫ്യൂഷനാണുള്ളത്. അപ്പോൾ ഈ ഒരു ഒലീലിയോ പറയാണ് മൈ കൺട്രി മാൻ ദ ഈവിൾ ഹാൻഡ് ഹാഡ് ഡിസെൻഡഡ് അപ്പോൺ അസ്. പറയാണ് നമ്മുടെ അവിടേക്ക് എന്തോ ഒരു പൈശാചിക ശക്തി വന്നിട്ടുണ്ട്, നമ്മുടെ സൊസൈറ്റീനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ ന്യാഗർ മരിച്ചുപോയി, ആൻഡ് അയാളുടെ സ്പിരിറ്റ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പറയുന്നത് കള്ളന് പകരം ന്യാഗറായപ്പോൾ എന്തോ ഒരു ഈവിൾ ശക്തി വന്നതാണെന്നാണ് ഇപ്പോൾ ട്രൈബ്സ് വിശ്വസിക്കുന്നത്. ഞാമുണ്ടേനെ കംഫർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒലീലിയോ പറയുന്നതൊന്നും ഞാമുണ്ട കേൾക്കുന്നില്ല. അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ന്യാഗർ എൻറ്റർ ഹിസ് വില്ലേജ് ആഫ്റ്റർ ദ ഇൻസിഡൻറ്റ് വിത്ത് ദ തീവ്സ്. അത് കുറേ പേര് ഉറപ്പിച്ച് പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ അവൾ കേൾക്കുന്നില്ല. പോലീസുകാർ ആ മൃതദേഹം കൊണ്ടുപോവാണ് ഹസ്ബൻഡിൻ്റെ, ആൻഡ് ലോറിയിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി, കിസ്മു ചെയ്യാനായിട്ട് കൊണ്ടുപോയി. ആൻഡ് പോലീസ് ഓഫീസർ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആൻഡ് വില്ലേജിൽ എന്തായാലും എൻക്വയറി ചെയ്തിട്ട് ഹസ്ബൻഡിൻ്റെ മരണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പോലീസ് ഓഫീസേഴ്സൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഞാമുണ്ട് എന്ത് ചെയ്യുന്നൊക്കെ തല കുലുക്കുന്നു. ദെൻ പറയാണ് അദ്ദേഹത്തെ ജീവനോടെ തിരിച്ചു കൊണ്ടുപോകുക, അപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാമെന്നുള്ള മട്ടിലാണ് ഞാമുണ്ട് നിൽക്കുന്നത്. ആൻഡ് ഞാമുണ്ട് എന്ത് ചെയ്യുന്നു, വസ്ത്രങ്ങൾ കീറുന്നു, അതൊരു ആചാരമാണ്. ആൻഡ് സ്ട്രിപ്ഡ് ടു ദ വേസ്റ്റ്, അരയിൽ കെട്ടുന്നുണ്ട്. ആൻഡ് അവൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള മോണേഴ്സ്, അതായത് ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചുകൊണ്ട് പോകുന്ന സ്ത്രീകളുടെ പിന്നാലെ അവൾ ഫോളോ ചെയ്തു പോവാണ്. അപ്പോൾ അവളൊരു പാട്ടും പാടുന്നുണ്ട്. മൈ ലവർ സൺ ഓഫ് ഒച്ചിയാങ് ദ സൺ ഓഫ് ഒമോലോ, ഒമോലോടി ഒച്ചിയാങ്ങിൻ്റെയും മകനായിട്ടുള്ള എൻ്റെ ലവർ, റെയിൻ ആർ കമ്മിങ് ഡൗൺ
Rain are coming down. The nights will be dark and nights will be cold and long. മരിച്ചു പോയി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇനി ഇരുട്ട് മാത്രമായിരിക്കും. ദെൻ സൺ ഇൻ ലോ ഓഫ് മൈ മദർ, എൻ്റെ അമ്മയുടെ മരുമകൻ. ഐ ഹാവ് നോ ഹാർട്ട് ടു ഫോർഗീവ്. ഐ ഹാവ് നോ ഹാർട്ട് ടു പാർഡൺ. എനിക്ക് ആരോടും ക്ഷമിക്കാനില്ല. ഇപ്പോൾ ഇവിടെ മോൺ ചെയ്യുന്ന എല്ലാവരും എന്നെ ചീറ്റ് ചെയ്തു. യെസ് ദേ ചീറ്റ് മീ. അവരാണ് എന്നെ ചീറ്റ് ചെയ്തേക്കുന്നത്. അവരാണ് ഇപ്പോൾ കൊന്നത് എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. വെൻ ദ സൺ ഗോസ് ടു ഹിസ് ഹോം ആൻഡ് ദ ഡാർക്കൻസ് ഫോൾ ദേ ഡെസേർട്ട് മീ. ഇവരെന്നെ ചീറ്റ് ചെയ്തു. രാത്രിയിൽ ഡാർക്ക്നെസ് ഫോൾ ചെയ്തപ്പോൾ, അതായത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. പിന്നെ ആ ഇരുട്ടിൽ ഉണ്ടായെന്ന് അറിയില്ല. ഇരുട്ടിലാണല്ലോ മരിച്ചത്, ആ ഒരു ഇത് പറയാണ്. ആൻഡ് ദ കോൾഡ് അവേഴ്സ് ഓഫ് ദി നൈറ്റ്, അതായത് തണുത്ത രാത്രിയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ രാത്രിയുടെ തണുപ്പിൽ സ്ത്രീകൾ എന്ത് ചെയ്യും, അവരുടെ പുരുഷന്മാരുടെ കൂടെ കിടക്കാനാണ് ആഗ്രഹിക്കുക. നൗ എനിക്ക് അങ്ങനെ ഒരാളില്ല. ദർ ഈസ് നൺ. അതുപോലെ തന്നെ ഒരു സ്ത്രീയും അവരുടെ ഹസ്ബൻഡിനെ രാത്രി വിട്ടുതരാനും തയ്യാറാവില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഹസ്ബൻഡില്ല, അതുപോലെ വേറൊരാൾ എനിക്ക് വിട്ടുതരാനും തയ്യാറാവില്ല. ഓ മൈ ലവർ ദ സൺ ഓഫ് ഒച്ചിയാങ്, സൺ ഇൻ ലോ ഓഫ് മൈ മദർ. അങ്ങനെ മോൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു കഥ അവസാനിക്കുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് ആ ഒരു ട്രഡീഷണൽ ബിലീവ്സും പിന്നെ ഈ ഒരു പാട്ടിന്ന്, ഞാമുണ്ടയുടെ പാട്ടിന്ന് ആ ഒരു പാട്രിയാർക്കിയും പോളിഗമിയും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ആ ഒരു കൊളോണിയൽ റൂൾസിനോടുള്ള എതിർപ്പ്, ട്രഡീഷണൽ റൂൾസും ആ ഒരു ക്ലാഷ്, ഇതൊക്കെ കാണാം.